ചിരിക്കും ചെയ്യണം, കരയും ചെയ്യണം. അത് അങ്ങനത്തെ സീനാണ്. കരയുമല്ലായിരുന്നു, വേണേ കരഞ്ഞു പോകും. ഞാൻ കുറേ കാലമായിട്ട് പടം കാണാറില്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ശരിക്കും കാണണം എന്ന് പറഞ്ഞ് വന്ന ഒരു മൂവിയാണ്. അമ്മ കരയുന്നത് ഞാൻ കണ്ടു. റിയൽ സ്റ്റോറി ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഐ വാസ് വെരി കീൻ ടു വാച്ച് ഇറ്റ്. പക്ഷെ കുറച്ചുകൂടി നീതി പുലർത്തുന്ന നോവലാണെന്നാണ്. എല്ലാവരുടെയും കണ്ണിന്ന് വെള്ളം വരും. ശരിക്കും അമ്മ കരഞ്ഞു. ഇല്ല, എന്താണ് പടം കണ്ടപ്പോൾ തോന്നുന്നത്? ശരിക്കും മനുഷ്യൻ്റെ ഗതി. അപ്പോൾ ഇത് ഇറങ്ങി വന്നിട്ടും പലരും ആ ഒരു ഫീലിംഗ് പുറത്ത് വരുന്നില്ല എന്ന് പറഞ്ഞു. ശരിക്കും അതാണ് കിഡ്ലസ്. ഈ പടം ഔട്ട് ഓഫ് വേർഡ്സ്, ഒന്നും പറയാനില്ല. പൃഥ്വിരാജ് ഭയങ്കര അടിപൊളി, വേറൊന്നും പറയില്ല. കൊള്ളാം, നല്ല സൂപ്പർ സിനിമയാണ്, എല്ലാവരും കാണണം. എന്താ പറയുക, ആ ഇമോഷണൽ റോളർ കോസ്റ്ററിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. നല്ല പടം തന്നെ കേട്ടോ, നല്ല ഇമോഷണലായിരുന്നു പടം. പിന്നെ പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ തന്നെ നല്ല ഇമോഷണലായിരുന്നു. അവസാനമൊക്കെ കരങ്ങി, ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കരയാറുണ്ട്. അതൊക്കെ നല്ല പടം തന്നെ. അടിപൊളി പടം, കണ്ടുകൊണ്ടിരിക്കുക. ഒന്നും പറയാനില്ല. പൃഥ്വിരാജ് സൂപ്പർ, ഒന്നും പറയാനില്ല. സൂപ്പർ പടം, പൃഥ്വിരാജ് സൂപ്പർ പടം. ഇത് പറയാൻ എല്ലാം കരഞ്ഞു. അമ്മയ്ക്ക് ശരിക്കും കാണണം എന്ന് പറഞ്ഞ് വന്ന ഒരു മൂവിയാണ്. അപ്പം അത് അമ്മ കണ്ട് സന്തോഷം. എൻ്റെ തൊട്ടടുത്താണ് ഇരുന്നത്. അമ്മ കരയുന്നത് ഞാൻ കണ്ടു. ശരിക്കും നല്ല മൂവിയാണ്. ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല, ഇനി വായിക്കണമെന്ന് ഒരു ഇൻസ്പിറേഷൻ. സൂപ്പർ, പറയാനില്ല, നോ വേർഡ്സ്. യെസ്, ഉണ്ട്, ശരിക്കും ഉണ്ട്. യൂത്ത് എന്നല്ല, എല്ലാവർക്കും ശരിക്കും എല്ലാവരും കാണണം, തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ വന്ന് കാണേണ്ട മൂവിയാണ്. എടുത്തു പറയാൻ പൃഥ്വിരാജ് ആക്ടിങ് തന്നെയാണ്. വേറെ എടുത്തിരിക്കുന്ന രീതി കൊള്ളാം, സിനിമോഗ്രാഫി കൊള്ളാം, അതൊക്കെ തന്നെ. എന്തായാലും മസ്റ്റ് വാച്ച് മൂവിയാണ്, എല്ലാവരും കാണണം. ഇല്ല, വായിച്ചിട്ടില്ലായിരുന്നു. ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഇൻ്റർവ്യൂസ് നോക്കണമെന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, ബിക്കോസ് പൃഥ്വിരാജിൻ്റെ മൂവിയാണ്. പിന്നെ റിയൽ സ്റ്റോറി ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഐ വാസ് വെരി കീൻ ടു വാച്ച് ഇറ്റ്. സോ ഇറ്റ് ഇസ് മസ്റ്റ് വാച്ച്. കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. പടത്തിൽ നോവൽ വായിച്ചിട്ടുണ്ട്. നോവൽ വായിച്ചിട്ടുണ്ട്. ആ നോവലിലുള്ള പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി നീതി പുലർത്തുന്ന നോവലാണെന്നാണ്. സൂപ്പറാണ്, പൃഥ്വിരാജ് സൂപ്പർ. തരക്കടില്ല എന്ന് പറയാം. എനിക്ക് വലിയ ഇതായിട്ടില്ലെങ്കിൽ ഞാൻ കുറേ കാലമായിട്ട് പടം കാണാറില്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു സങ്കടവും വിഷമവും ഒക്കെ വന്നു. ഒരു ജീവിതം കഥ. നല്ല സൂപ്പർ പടം, നല്ല നാഷണൽ അവാർഡിനൊക്കെ ഏറ്റവും നല്ല പൃഥ്വിരാജ് നല്ല അഭിനയം. ഞാൻ പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിച്ചൊരു പയ്യുണ്ടല്ലോ, നന്നായിട്ട് ഏറ്റവും നല്ല നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു നല്ലൊരു ഹക്കീം നല്ല ഉഷാറായിട്ട് അഭിനയിച്ചു. എല്ലാവർക്കും വ്യത്യസ്തമായ കഥാപാത്രം, എല്ലാവർക്കും നല്ലൊരു റോൾ തന്നെ കിട്ടി. നമ്മൾ നോക്കുക, നല്ലൊരു ഇപ്പോഴത്തെ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പടം, നല്ല ഉഷാറായിട്ട് അടിപൊളി. സൂപ്പറായിരുന്നു. എനിക്ക് കുറച്ച് ചിരി വന്ന് പിന്നെ കുറച്ച് വിഷമം വന്നു, കുറച്ച് വന്നുള്ളൂ. എന്നാലും അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു. കുറച്ച് നാളായി ഞാൻ പടം കണ്ടിട്ട്. നല്ലൊരു സിനിമയാണ്. നമ്മൾ ഓരോ സീൻ വരുമ്പോഴും ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു ആകാംക്ഷയോടാണ് കാണുന്നത്. നല്ലൊരു പടമായിരുന്നു. ലാസ്റ്റ് എന്താവും എന്നുള്ളതായിരുന്നു ഒരിത്. അടിപൊളിയായിരുന്നു. കുറേ ഒരു പേടിയും സങ്കടവും എല്ലാം കൂടിയായിട്ട് കുഴപ്പമില്ല. ഞാൻ കരയുമല്ലായിരുന്നു, വേണേ കരഞ്ഞു പോകും. ചിരിക്കാനായിട്ട് അധികം ചില സീനായതോ അങ്ങനെ അധികമൊന്നും ഇല്ല. എനിക്ക് ചിരിക്കാനും പറ്റും, എനിക്ക് ചിരിക്കും ചെയ്യണം, കരയും ചെയ്യണം. അത് അങ്ങനത്തെ സീനാണ്. അതിൽ എനിക്ക് വേറെ അറിയൂടാ, എന്നാലും എല്ലാവരും ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു. പൃഥ്വിരാജ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫാമിലീസ് കണക്റ്റ് ആകുന്നുണ്ട്, പക്ഷെ ആ ഒരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പോലെ തോന്നിയിരുന്നു. രണ്ടാമത്തെ ഹാഫ് ഏകദേശം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്.